Assalamualaikum. Welcome back to Teens World. First of all, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഓണം സ്പെഷ്യൽ. അപ്പം എല്ലാവർക്കും കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോപ്പിങ്ങിന് തുടങ്ങാം. ഇന്നലെ ഞങ്ങളുടെ പാരൻസ് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ ഇച്ചിരി വീഡിയോ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നെക്സ്റ്റോലാണ് ഷോപ്പിംഗ് പോവാറ്. അപ്പോൾ അവിടെ അവർ ഓണമായതുകൊണ്ട് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നെസ്റ്റോയിൽ പോയി ചെറിയൊരു ഷോപ്പിംഗ് നടത്തി. ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെ നെസ്റ്റോയിൽ നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണം സ്പെഷ്യൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്ലവേഴ്സ് അവിടെ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല, കാരണം കാശ് കൂടുതലായിരുന്നു. അപ്പോൾ ഫ്ലവേഴ്സിന് പകരം ഞങ്ങൾ എന്താ ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളും കണ്ടാൽ മനസ്സിലാവും. ഓണം ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഓഫറൊക്കെ കാണാൻ പറ്റും. നെസ്റ്റോയിൽ ഒരു ഓഫർ ഇട്ടുണ്ടായി, സാമ്പാർ കിറ്റിൻ്റെ ഒപ്പം മേളം സാമ്പാർ പൗഡറും ഒരു കട്ട് മാംഗോ പിക്കിൾ കവറും കൂടി ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യലായ കാര്യമാണ് പൂക്കളം ഇടുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് കിട്ടിയില്ല, അപ്പോൾ ഞങ്ങൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. വെജിറ്റബിളും ഫ്രൂട്ട്സ് ആണ് നമ്മൾ പൂക്കള പോലെ ഉണ്ടാക്കുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നോക്കാം. അപ്പം നിങ്ങൾ വാച്ച് ചെയ്യും. ഓക്കെ. ഇത് മുളക്, ലേഡി ഫിംഗർ, ഇത് ഓറഞ്ച്, ഇത് കുക്കുംബർ. ഞങ്ങൾ ആദ്യമായിട്ടാണ് പൂക്കളം ഇടുന്നത്. അപ്പോൾ നമുക്ക് പാറ്റേൺസ് ഒന്നും അറിയത്തില്ല. നമുക്ക് അറിയുന്ന പോലെ ഞങ്ങൾ പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ചെറുതായിക്കോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് സൈസ് നോക്കിയാണ് ഇത് വെക്കണ്ടേ, അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഹാപ്പി ഓണം എന്നായിരുന്നേ മുളക് വെച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. വളരെ യൂസ്ഫുള്ളും ജോയ്ഫുള്ളായിരിക്കും. പിന്നെ ഞങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തിരിച്ച് തന്നെ വെക്കണ്ട ഫ്രിഡ്ജിലോട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. മിക്ക എല്ലാവരും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. നമ്മുടെ ഓണം പൂക്കളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി പൂക്കളം റെഡി ആയിട്ടുണ്ട്. കാണാൻ ഭംഗിയുണ്ട്, കമൻറ്റിൽ പറയണേ.
അപ്പൊ നമുക്ക് സദ്യ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം മോരുകറിക്കുള്ള കുമ്പളങ്ങ അരിഞ്ഞ് വേവിക്കാൻ വെച്ച്, പിന്നെ ബീട്രൂട്ട് കിച്ചടി, കൂട്ടുകറി, അച്ചിങ്ങപ്പയറ്, അവിയൽ ഇതെല്ലാം വേവിക്കാൻ വെച്ച്. അങ്ങനെ കറികൾ ഓരോന്നായി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരവിടെ ഓണക്കളികളും ഓണപ്പൂക്കളും ഒക്കെ ഇടുന്നുണ്ട്. കറികൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് എല്ലാ വിഭവങ്ങളും ഒന്ന് കാണിക്കുന്നുള്ളൂ. ഇനി പായസം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ സദ്യയുടെ വിഭവങ്ങൾ റെഡി. അപ്പോൾ നമ്മുടെ സദ്യേൻ്റെ മെയിൻ ഐറ്റം എത്തിയിട്ടുണ്ട്. അത് പപ്പടവും പായസമാണ്. ഇതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സദ്യ തിന്നാനുള്ള സമയമായി. നമ്മുടെ അടിപൊളി ചെറുപയറ്റും പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ പായസമാണ്. ഇതിൻ്റെ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ സദ്യക്ക് വേണ്ടി ഉണ്ടാക്കിയ കറികളൊക്കെ നോക്കാം. മോരുകറി, അവിയൽ, ഓലൻ, പപ്പടം, കൂട്ടുകറി, പായസം, സാമ്പാർ, അച്ചിങ്ങ, ബീട്രൂട്ട് കറി, പുളിയിഞ്ചി, മോര്, മാങ്ങച്ചാറ്, അങ്ങനെ അടിപൊളിയായ സദ്യ റെഡിയായി. നല്ല സൂപ്പർ സദ്യയാണ് ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തത്. ഇനി സദ്യ വിളമ്പിയാലോ. ഇവിടെ സദ്യ വിളമ്പാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. സദ്യ വിളമ്പണ ഓർഡർ പോലും കറക്റ്റ് ആണോന്ന് അറിയില്ല. എന്നാലും പിള്ളേരൊക്കെ ചില കറിയൊക്കെ 2 പ്രാവശ്യമൊക്കെ എടുത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്. എന്തായാലും പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ച് സദ്യ എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. കുട്ടിക്കാലത്തേ ഉള്ളൊരു ശീലമാണ്. ഓണം വന്നാലും വിഷു വന്നാലും സദ്യ ഉണ്ടാക്കി കഴിക്കണമെന്ന്. അതെൻ്റെ മക്കൾക്കും ആ ഒരു ഇഷ്ടം കിട്ടിയിട്ടുണ്ട്. കറിയെല്ലാം വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് ചോറ് വിളമ്പാം. ചൂട് ചോറ് വിളമ്പി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പരിപ്പ് ഒഴിച്ചു കൊടുക്കണം. നെയ്യും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടി ഒരു സദ്യ കഴിച്ച് തിരിച്ചു വരാം. വൈകുന്നേരമൊക്കെ ആയിക്കൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പുറത്ത് ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ലെമൺ സ്പൂൺ റേസ് ആണ്. അപ്പോൾ നമുക്ക് കളിക്കാം.
സ്റ്റാർട്ട്. Two winners. Second round ഞങ്ങൾ റൺ ചെയ്തു. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഈ ലെമൺ സ്പൂൺ റേസിന്റെ വിന്നർ സേറയാണ്. അപ്പൊ വേറെ ഫേസ് കണ്ട മനസ്സിലെ വേറെ തോറ്റ്, ഞാനും തോറ്റ്. ഞാൻ സെക്കൻഡ് റൗണ്ടിൽ ഉണ്ടായിരുന്നു, പക്ഷെ വേറെ ഫസ്റ്റ് റൗണ്ടിൽ പോയി. അതിന്റെ സങ്കടത്തിൽ. അതെ. അപ്പൊ വിന്നർക്ക് പ്രൈസ് എന്താന്ന് വെച്ചാ ശർക്കര. അപ്പൊ ഞങ്ങളുടെ ഈ ഓണം വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക്, കമന്റ്, ഷെയർ. അപ്പൊ പുതിയ വീഡിയോ വരുന്നവരെ ബൈ.